ഇപ്പോൾ ടി പി അബ്ദുള്ള കോയ മദനിയോ അല്ലെങ്കിൽ മജീദ് സലാഹിയോ ഈ വിഷയത്തിൽ ഒന്നും പറയില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർക്കൊക്കെ ഒരു രാഷ്ട്രീയ സംഗതികളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സ്വന്തം രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒന്നും പറയില്ല. ഏതായാലും ഇദ്ദേഹത്തിന് ആ ഒരു ആർജവത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. മുസ്ലിം ഭരണാധികാരികളായ MLA-മാരുണ്ടാകും, മന്ത്രിമാരുണ്ടാകും, അള്ളാഹുവിന്റെ പേരിൽ പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആ നിലക്കുള്ള ഗൗരവത്തോടുകൂടി അവരുടേതായ ആ ഉത്തരവാദിത്തം ഏറ്റിട്ടുള്ള ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്നുള്ള ഒരു ഓർമ്മ കൂടി നിങ്ങൾക്കുണ്ടാകണം. മറ്റുള്ളവരേക്കാൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ തന്റേതായ സ്വത്വത്തെ, തന്റേതായ ഐഡന്റിറ്റിയെ നിലനിർത്തേണ്ടവരാണ്. ഒരു രാജ്യത്ത് എന്താണോ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം അത് ആ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അനുസരിച്ച് കൃത്യമായി നിർവഹിക്കുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ നിങ്ങൾക്ക് വലിയ ഒരു കടമയുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരം നിസ്കരിക്കുമ്പോൾ ഞാനിതാ എല്ലാം നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ യഥാർത്ഥ മുസ്ലിമാണ്, ഞാനൊരിക്കലും ബഹുദൈവാരാധനയുടെ പിറകെ പോവുകയില്ല എന്ന ഒരു പ്രതിജ്ഞ കൂടി നിങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതു ചടങ്ങുകളിലും സ്വകാര്യ ചടങ്ങുകളിലുമൊക്കെ നിലവിളക്ക് കൊളുത്തുക പോലെയുള്ള അതേപോലെ തന്നെയുള്ള അത്തരത്തിലുള്ള ഒരു മത ആചാരങ്ങളെ ഒരു മുസ്ലിം എന്ന നിലക്ക് അത് നിർവഹിക്കുവാൻ പാടുള്ളതല്ല. ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ ഒരു ആർജവത്തെ. ഇപ്പോൾ ടി പി അബ്ദുള്ള കോയ മദനിയോ അല്ലെങ്കിൽ മജീദ് സലാഹിയോ ഈ വിഷയത്തിൽ ഒന്നും പറയില്ല. ഈ രംഗം കാണുക. ഇദ്ദേഹം KNM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആദരണീയനായ കരുവള്ളി മുഹമ്മദ് മൗലവിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് മാറ്റി നിർത്തി പകരം ചേർക്കപ്പെട്ട വ്യക്തി. ഇത്തരമൊരു വീഴ്ച ഇയാളിൽ നിന്ന് ഉണ്ടായിട്ട് തെറ്റുതിരുത്താൻ നേതാക്കൾ എന്തു ചെയ്തു? സംഘടന ഇയാളുടെ കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു? ആരായിരുന്നു അന്വേഷണ കമ്മീഷൻ? കണ്ടെത്തലുകൾ എന്തായിരുന്നു? തന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പോരുന്ന പ്രപഞ്ചത്തിന്റെ നാഥന്റെ എല്ലാ കൽപ്പനകളെയും മാനിക്കലാണ് മതഭക്തി എന്ന് പറയുന്നത്. അന്യ സ്ത്രീകളെ നോക്കുന്നതിൽ പോലും ഇസ്ലാം ഗൗരവമായി വിലക്കിയിട്ടുള്ള ഒരു മതം. ആ അന്യ സ്ത്രീയുമായിട്ട് അതുപോലെ തന്നെ ഇടപഴകുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്ന അയാൾ മുസ്ലിമല്ലേ? അത് ഓരോരുത്തർക്കും അതിനനുസരിച്ച് ചെയ്യാം. ആരെയും നിർബന്ധിക്കേണ്ടതില്ല, കുറ്റപ്പെടുത്തേണ്ടതില്ല. നിലവിളക്ക് കൊളുത്തൽ വിവാദത്തിൽ ഇത് ആദ്യമായാണ് സൂപ്പർ താരത്തിനെതിരെ ഇത്രയും രൂക്ഷമായ വിമർശനവുമായി മുസ്ലിം സമുദായത്തിലെ ഒരു പ്രബല വിഭാഗം പരസ്യമായി രംഗത്ത് വരുന്നത്. ഉദ്ഘാടന ചടങ്ങുകളിൽ നിന്ന് മതചിഹ്നങ്ങൾ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള CPM നേതാവായിരുന്നു EMS എന്നും പാർട്ടി ചാനലിന്റെ ചെയർമാനായ മമ്മൂട്ടിക്ക് മറുപടിയുമായി ഹുസൈൻ സലഫി പറഞ്ഞു. ആ വിളക്ക് കൊളുത്തുന്ന വേറൊരു വിളക്ക് മാത്രമല്ല, അവിടെ മാലുണ്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങൾ, തേങ്ങുണ്ട്, മലരുണ്ട്, നിറവറയുണ്ട്. ഇതൊക്കെ എന്തെന്ന് ഭാഗമാണ്? അപ്പൊ വിശ്വാസം തന്നെയാണ്. അതുകൊണ്ടാണ് മുമ്പ് ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്ന സഖാവ് EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, സർക്കാർ പ്രോഗ്രാമുകളിൽ നിന്നെങ്കിലും മതചിഹ്നങ്ങൾ എടുത്തു മാറ്റിയാൽ നിലവിളക്ക് ഉടനെ അപ്രത്യക്ഷമായിക്കൊള്ളും. മതേതര ഭാരതത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസത്തെ പറയാനും അത് കാത്തു സൂക്ഷിക്കാനും അത് പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. നാടമറക്കൽ പോലെയല്ല വിളക്ക് കൊളുത്തിയുള്ള ഉദ്ഘാടനം. മനസ്സിലാണ് ആരാധനാഭാവം ഉണ്ടാകേണ്ടത്. അതിനാൽ മന്ത്രിക്ക് വിളക്ക് കൊളുത്താതെ മാറി നിൽക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നടൻ അത് ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നുവെന്നും മുജാഹിദ് വിഭാഗം നേതാവ് കൂട്ടിച്ചേർത്തു. അദ്ദേഹം ഒരു മന്ത്രി അത് നിരാകരിച്ചതിനെ അദ്ദേഹം ചോദ്യം ചെയ്തുവെന്നാണ്. ചോദ്യം ചെയ്യലും പാടില്ല, ഒരാളെ നിർബന്ധിക്കാനും പാടില്ല. അദ്ദേഹത്തിന് അത് കത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ കത്തിക്കുന്നത് തന്റെ വിശ്വാസത്തിന് ഹാനികരമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കാനും സ്വാതന്ത്ര്യമുണ്ട്.